ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ SSLC +2 ഉൾപ്പെടെ ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അവാർഡ് നൽകി അനുമോദിക്കുന്ന ചടങ്ങാണ് ചെറുതോണിയിൽ നടന്നത്. ചെറുതോണി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്നും അവ ഓരോന്നായി പഠിച്ച് പരിഹരിച്ച് വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും മികച്ചതാക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തി വരുന്നതെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സ്കൂളിൽ പോകാനും ഈ ബസ്സിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരുടെയും ഒരു ചുറ്റൂരുണ്ട്. എസ്റ്റിക്കാരാണ് ഉപയോഗിക്കുന്ന ഒരു മണ്ണ് ആ പണി അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നിടത്തേക്ക് തൻ്റെ ഇടത്തോടുകൂടി പെൺകുട്ടികൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീ ടിക്കറ്റ് 0 ടിക്കറ്റ് കയറി കണ്ടക്ടർ നിങ്ങളുടെ കൈകളിൽ പൊന്നുപോലെ വെച്ച് തരുമ്പോൾ നിങ്ങൾ ജാടയിൽ തൻ്റെ ഇടത്തോടുകൂടി ഇത് എൻ്റെ സംസ്ഥാനത്തിന്റെ അവകാശമാണ്, എൻ്റെ ഗവൺമെന്റ് എനിക്ക് ചെയ്തു തന്നതാണ് എന്ന് ധൈര്യമായി പറയാൻ പെൺകുട്ടികളെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ സുപ്രധാന തീരുമാനം എന്ന് ഞങ്ങൾ കരുതുകയാണ്. രണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് അവഗണിക്കപ്പെട്ട സഹോദരന്മാർ, ഇന്നലെ മുഖ്യമന്ത്രി CVD സതീശൻ പറഞ്ഞു ഇതാണ് പുരുഷന്മാർ കൂടി കൊടുക്കണ്ടേ. പുരുഷന്മാർക്ക് ആദ്യമേ ഇതുകൂടി കൊടുത്താൽ ആ പൈസ എല്ലാം വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്നൊരു നല്ല വിലയിരുത്തലാണ് കേരളം നടത്തിയത്. ഡീൻ കുര്യാക്കോസ് MP യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. MLA റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഷൈനി സജി, മിനി സാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകരായ MK പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് തോമസ് പെരുമന, ST അഗസ്റ്റിൻ, ജോയി കൊച്ചുകരോട്ട്, MD അർജുനൻ, അഗസ്തി അഴകത്ത്, CP സലീം, അനിൽ ആനിക്കനാട്ട്, ജെയ്സൺ K ആന്റണി, KB സെൽവം, വർഗീസ് വെട്ടിയാങ്കൽ, സണ്ണി കുഴിക്കണ്ടം, റിൻസി സിബി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് അവാർഡുകളും വാങ്ങി. കേരള1 മലയാളം, ഇടുക്കി.